CJP സമരം നരേന്ദ്രമോദിക്കും കൂട്ടർക്കും ഒരു കാര്യം പിടികിട്ടി. അതായത് ഇന്ന് നടന്ന ക്യാബിനറ്റിൽ മോദി എല്ലാ മന്ത്രിമാരോടും പറഞ്ഞു, സോഷ്യൽ മീഡിയയിൽ റീലുകൾ ഇട്ടുകൊണ്ടിരിക്കണം, എല്ലാ മന്ത്രിമാരും പോസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന സംഭവമല്ല, അതിന് മുകളിലോട്ട് കാര്യങ്ങൾ പോയി. പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ കാര്യം എന്താ? അതായത് ഈ ഗോദി മീഡിയ, മോദിയുടെ മീഡിയ പറയുന്നത് ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ സമരത്തിന് ഈ പട്ടണങ്ങളിൽ, പ്രത്യേകിച്ച് BJPയുടെ ഏറ്റവും കൂടുതൽ വോട്ടുകളുള്ള പട്ടണങ്ങളിൽ ഇതേ തിരിച്ചടി ഉണ്ടായത്. അതായത് BJPക്കാർ ആൻറ്റി BJP ആയിട്ട് മാറുന്നു. ഇവിടെ മോദി പറയുന്നത് എന്ത് ഉദ്ദേശിക്കുന്നത്? കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി. ഈ പറയുന്ന ഗോദി മീഡിയ പറയുന്നത് ജനങ്ങൾ വിശ്വസിക്കുന്നില്ല, നമ്പർ 1. നമ്പർ 2, സോഷ്യൽ മീഡിയയിൽ വരുന്നതിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. മോദി പറയുന്നതിനേക്കാളും പ്രാധാന്യം സോഷ്യൽ മീഡിയയിലുണ്ടായി. ഇതാണ് ഇപ്പോൾ റാപ്പിഡായിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഉണ്ടായിരിക്കുന്നത്. ഇതാണ് ഷിഫ്റ്റ്. ഈ ഷിഫ്റ്റ് ഉണ്ടായത് കുറച്ച് നാൾ കൊണ്ട് ഈ അരാജകത്തെ ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. കാരണം ജനാധിപത്യത്തെ നശിപ്പിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് മോദി ഭരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കള്ളങ്ങൾ പറയുന്നൊരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞൊന്നുമല്ല. ഇവിടെയുള്ള ഈ സ്ലോഗൻ്റെ അകത്ത് ഉണ്ടാവുന്ന സംഭവമാണ്. CJPയുടെ ഈ അജിറ്റേഷൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ കള്ളം പറഞ്ഞിട്ടുള്ള പ്രധാനമന്ത്രിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. പറയുന്നത് മുഴുവനും കള്ളമാണ്. ഇതൊക്കെ അങ്ങ് വൈറലാകാൻ തുടങ്ങി. ഈ പറയുന്ന അർണബ് ഗോസ്വാമി, അങ്ങനെ പല ഗോദി മീഡിയ, ഇവന്മാർ പറയുന്ന ആൾക്കാർ മൈൻഡ് പോലും ചെയ്യാതായി. കാരണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇത് കയറി അങ്ങ് വളർന്നു. എന്നിട്ട് എന്തൊക്കെയാണ് ചെയ്തത്? ഈ ഭാഗത്ത് മുഴുവനും ഇൻ്റർനെറ്റ് ബ്ലോക്ക് ചെയ്തു. എന്നിട്ടതിന് കുറവുണ്ടായോ? അതാണ് ന്യൂ ജനറേഷനെ പറ്റിയും ജെൻസിയെ പറ്റിയും ഈ ഗവൺമെൻറ്റിന് ഒരു പുല്ലും അറിയത്തില്ല എന്ന് പറയുന്നത്. അടുത്ത പ്രധാനപ്പെട്ട കാരണമുണ്ട്. എങ്ങനെയാണ് ഗോദി മീഡിയ അവിടെയുള്ള CJPക്കാർ അടിച്ചോടിച്ചത്, അതേപോലെ തന്നെ ഈ പറയുന്ന RSSകാരെയും BJPയും സംഘപരിവാറിനെ അടിച്ചോടിക്കുകയാണ്. ഡൽഹിയിലുണ്ടായ സംഭവമാണ്. ഞാൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ഇവിടെ പല ആൾക്കാരും പ്രകടനങ്ങളും പ്രചരണങ്ങളും അജിറ്റേഷനും മൂവ്മെൻറ്റുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അവർ മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല. അത് അവരവരുടെ ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ കാര്യം ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഉണ്ടായത് CJPയുടെ പ്രക്ഷോഭ സമയത്ത്, അതായത് തുടങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ അറ്റാക്ക്, ഫിസിക്കൽ അറ്റാക്ക് ചെയ്യാൻ ഇവന്മാർ വന്നു. ഈ പറയുന്ന RSSകാരും BJPക്കാരും എത്രയോ ഇൻസിഡൻ്റാണ് ഉണ്ടായത്. അഭിജിത് ദീപ്കയുടെ മുഖത്ത് മഷിയെ വെച്ച് എറിയുന്നു. അയാൾ ജയ്പൂരിൽ പോയപ്പോൾ അടിക്കാൻ പോകുന്നു. മറ്റുള്ള ഭാഗങ്ങളിൽ പോയി പിടിച്ചുള്ള ബഹളം. ചില സ്ത്രീകൾ വരുന്നു, സംഘപരിവാറാന്നും അവരുപദ്രവിക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് മുമ്പിൽ നിൽക്കുന്ന സംഭവം. ഇതങ്ങോട്ട് ചാൻസ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ചില വീഡിയോ നിങ്ങൾ കാണുക, എത്ര ക്രൂരമായിട്ടാണ് ഇവന്മാരെ അടിക്കുന്നത്. छात्रों द्वारा है, BJP के नेता उसके अंदर बैठे हुए और छात्रों का आक्रोश है, गुस्सा देखिए, छात्र पूरी तरह से नाराज है। और ये हम तस्वीरें आपको दिखा रहे हैं, देखिए किस तरह से ये इनकम टैक्स गोलंबर है। देखिए BJP की गाड़ी है, नेता की, उसकी गाड़ी को पूरी तरह से क्षतिग्रस्त किया गया है। नेता वहां से भाग निकले हैं। देखिए पूरी तरह से जो छात्र है वो आक्रोशित है। छात्रों का कहना है कि धर्मेंद्र प्रधान का इस्तीफा होना चाहिए। देखिए BJP के नेता की एक गाड़ी है, इसे छात्र पूरी तरह आक्रोशित है। छात्रों का कहना है कि धर्मेंद्र प्रधान का इस्तीफा होना चाहिए। ये तस्वीर हम आपको दिखा रहे हैं। देखिए कि BJP के जो नेता है वो जाम में फंसे हुए थे और उनकी गाड़ी को पूरी तरह क्षतिग्रस्त कर दिया गया है। BJP के नेता को यहाँ से भागना पड़ा है। हालांकि वो लगातार, छात्र जो है वो आक्रोशित है। छात्रों का कहना है कि धर्मेंद्र प्रधान इस पूरी स्थिति के लिए जिम्मेदार है और छात्रों का ये मानना है कि भारतीय जनता पार्टी को अपनी जवाबदेही लेनी होगी। और छात्र सुबह से राजधानी पटना में आक्रोशित है। ये तस्वीर हम आपको दिखा रहे हैं, देखिए।
ഇത് BJP വിളിച്ചു വരുത്തിയതാണ്. കാരണം ഓവർ കോൺഫിഡൻസ് അങ്ങ് കൂടി, ഇന്ത്യ അവരുടെ കയ്യിലാണെന്നുള്ള ധാരണയായി. അതായത് കള്ളത്തരവും കപടതയും കാണിച്ച് ഇവിടെ ചില ഫാക്ടറികളിലൊക്കെ മുമ്പിൽ അവിടെ എന്തെങ്കിലും ഇഷ്യൂ ആയതുകൊണ്ട് അതിൽ ഇടപെട്ട് പണം മേടിച്ചുകൊണ്ട് നടന്ന ഈ ഫ്രോഡുകളാണ് ഇവന്മാരധികവും. ഇവന്മാർ പെട്ടെന്ന് മോദി വലിയ സംഭവമായി എല്ലാവരും കൂടെ ചേർന്ന് ഈ പറഞ്ഞ സംഘപരിവാറെന്നും പറഞ്ഞങ്ങ് കൂടി. എന്നിട്ട് അവരൊരു അജണ്ട അങ്ങ് എടുക്കുകയാണ്. പാർട്ടിക്ക് വേണ്ടി അത് ചെയ്യുന്നു, മോദിക്ക് വേണ്ടി ഇത് ചെയ്യുന്നു, ആരൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നു അവനെ അടിച്ചൊതുക്കുക, ഫിസിക്കലി അടിച്ചൊതുക്കുക. പോലീസുകാരനും കിട്ടി. ഇത് ഈ പറയുന്ന PMO ആണെങ്കിലും കേന്ദ്ര സർക്കാർ ഇത് ഭയങ്കരമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. കാരണം ഇത് വല്ലാത്ത അടിയാണ്. കാരണം നാളെ BJPയുടെ ആൾക്കാർ ഔട്ട്റീച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പല വീടുകളിലും പോയിട്ട് അവിടെയെല്ലാം വീടടച്ചു, അവരെല്ലാം വീടുകളിൽ നിന്ന് ഇറക്കി വിടും. ഇവരൊക്കെ ഇന്ത്യയിലെ ഹിന്ദുക്കളാണ്, BJPക്ക് വോട്ട് ചെയ്യുന്നവരാണ്. എന്തുകൊണ്ടാണ് വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്നത്? ബീഹാറിൽ അടി കിട്ടിയില്ലേ? BJPക്കാരനെ RSSകാരനെ ഓടിച്ചിട്ടടിച്ചു, അവിടെ മന്ത്രിയെ ഓടിച്ചിട്ടടിച്ചു. ബീഹാറിലുണ്ടായ സംഭവമാണ്. മഹാരാഷ്ട്രയിലുണ്ടായി, അവിടെയും BJPക്കാർക്കും കൗൺസിലേഴ്സിനും അടി കിട്ടി. ഇതിങ്ങ് സ്ഥിരമായി. അതായത് CJP മാർച്ചിനകത്തൊരു സന്ദേശമുണ്ട്, അടി ശരിക്കും അടി തരും. ഇതെല്ലാം കൂടെ സോഷ്യൽ മീഡിയക്കാർ ഇതിന് ഭയങ്കര പ്രചരണമായി. അതായത് ഗോദി മീഡിയ ഇടുന്ന ക്ലിപ്പിങ്സ് അവരുടെ വാർത്തയെ ആൾക്കാർ കാണാതായി. ഇതൊരു യാഥാർത്ഥ്യമായി മാറി. കാരണം ആൾക്കാരെ ഇങ്ങനെ വിളിച്ചിരുത്തി അവരുടെ ഓരോ സെല്ലുകൾ ഉണ്ടാക്കി ഓരോന്നും ഹൈലൈറ്റ് ചെയ്യാൻ അവർ മാക്സിമം ശ്രമിച്ചിട്ട് ഒരു പുല്ലും നടക്കുന്നില്ല. എല്ലാം ഗവൺമെൻറ്റിന് ഓരോന്നും തിരിച്ചടി ഉണ്ടായി. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് ഗവൺമെൻറ് എന്തൊക്കെ മാനിപ്പുലേറ്റ്, എന്തൊക്കെ കള്ളത്തരം പറഞ്ഞു, അതെല്ലാം അവർ വെൽ മാനേജ് ചെയ്തു. ഇതേപോലെയുള്ള കപടമായിട്ട് സോഷ്യൽ മീഡിയയിലും ഈ മീഡിയയെ കൊണ്ട് മാനേജ് ചെയ്തു. പക്ഷെ CJPയുടെ പ്രൊട്ടസ്റ്റ് ഇവർക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഓരോ ദിവസവും ഇതിൻ്റെ എണ്ണം കൂടുന്നു. പോലീസ് ലാത്തി ചാർജ് ഉണ്ടായി, വീണ്ടും ആൾക്കാർ കൂടി. ഈ അജിറ്റേഷൻ ഇന്ത്യയുടെ പല നഗരങ്ങളിലോട്ട് പടർന്നങ്ങ് കയറി. അതാണ് ഞാൻ പറഞ്ഞത്, ഇവർ ഉന്നം വെക്കുന്നത് പ്രധാനമന്ത്രി മോദിയെ തന്നെ. മോദിയെ ഇറക്കാതെ ഇന്ത്യയിൽ ഈ മൂവ്മെൻറ്റ് നിൽക്കില്ല. അത് മോദിക്കും കൃത്യമായിട്ട് അറിയാൻ തുടങ്ങി. പല ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഈ പ്രക്ഷോഭകാരികൾ മുഴുവനും മോദിയെയാണ് തെറി വിളിക്കുന്ന. പ്രധാനൊക്കെ സൈഡ് ലൈനിൽ പോയി. അതുകൊണ്ടാണ് CJPയുടെ ഈ പറയുന്ന നേതാവ്, ഫൗണ്ടർ അഭിജിത് ദീപ്തെ പറയുന്നത് 24 മണിക്കൂറിനുള്ളിൽ രാജിവെച്ചില്ല എങ്കിൽ അടുത്ത ടാർഗറ്റ് മോദിയാണ്. അതായത് മോദിയിലോട്ട് തിരിയുകയാണ്. മോദിയുടെ കയ്യിലല്ല ഈ ഗെയിം. അത് അമിത്ഷാ എന്ന് പറയുന്ന മരമുണ്ണയ്ക്ക് മനസ്സിലായില്ല ഇതെങ്ങോട്ടാണ് പോകുന്നത്. അതായത് ഇന്ത്യയുടെ പൊളിറ്റിക്സ് മാറാൻ പോകുന്നു. ഇതിൻ്റെ കോൺട്രിബ്യൂഷൻ ഒരിക്കലും കോൺഗ്രസ് അല്ല കൊടുത്തത്. ഇന്ത്യയുടെ യുവജനങ്ങൾ, ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള യുവജനങ്ങൾ, തൊഴിലില്ലായ്മ രൂക്ഷമാകുന്ന എല്ലാ കള്ളത്തരങ്ങളല്ലേ പറയുന്നത്. തൊഴിൽ പോകുന്നു, എഡ്യൂക്കേഷൻ സെക്ടറെ നശിപ്പിക്കാൻ പോകുന്നു. ഇപ്പോൾ വിദേശത്തോട്ട് ഈ പ്രചരണം, കാരണം UK-യിലുണ്ടായി, ബെർലിനിലുണ്ടായി, ബോസ്റ്റണിലുണ്ടായി. CJPക്ക് അനുകൂലമായിട്ട് പ്രകടനം. ഇത് ഗ്ലോബലൈസ് ചെയ്യുകയാണ്. ഇതാണ് ഞാൻ പറയണ മോദിയുടെ ദിനങ്ങൾ അന്ത്യത്തിലോട്ട് പോകുക. അല്ലെങ്കിൽ ഒരു BJP RSSകാരനെ എന്തിനാ അടിക്കുന്നത്? അവൻ അനാവശ്യമായിട്ട് കയറി ഇടപെട്ടു. അവരെ അടിക്കുന്നത് പോലും ഇന്ന് ആഘോഷിക്കുകയാണ്. പോലീസിന് നൂത്തടിയാണ് കിട്ടുന്നത്. ഒറ്റയ്ക്കൊന്നും പോലീസുകാർക്ക് സിവിലിയൻ ഡ്രസ്സിൽ പോലും പോകാൻ പറ്റുന്നില്ല. ഈ സ്ഥിതിയാണ് ഉണ്ടായത്. എന്തൊക്കെ ബ്ലോക്ക് ചെയ്താലും ഒരു പുല്ലും നടക്കുന്നില്ല. ഇൻ്റർനെറ്റ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാലും മൊബൈൽ ബ്ലോക്ക് ചെയ്താലും ഇത് മുഴുവനും ജാമർ വെച്ചാലും ഒന്നും തടയാൻ സാധിക്കുന്നില്ല. ഇഷ്ടം പോലെ അവർക്ക് ആഹാരവും ഭക്ഷണവും വെള്ളവും അത് ഇഷ്ടം പോലെയാണ് കിട്ടുന്നത്. അതായത് ജനങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് വന്ന് ഈ അജിറ്റേഷനെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. അതോടുകൂടി മോദിയുടെ അടിത്തറ ഇളകാൻ തുടങ്ങി. അതാണ് സിമ്പിളായിട്ട് പറയുന്നത്. വരാനുള്ള ദിവസങ്ങൾ മോദിയുടെ അവസാന ദിനങ്ങളിലോട്ടാണ് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം കാണാൻ പോകുന്നത്. ഇന്ത്യയിൽ ജനാധിപത്യം തിരിച്ചു വരുന്നു. അത് മനോഹരമായ കാഴ്ച നമുക്ക് കാണാം.